പേടിയുണ്ടല്ലേ? പേടിയുണ്ടായിട്ടല്ലോ, അപ്പുറത്ത് പള്ളിപ്പറമ്പാണ് തൊട്ടപ്പുറത്ത്. അപ്പുറത്തെ വഴിയായിരുന്നു വെട്ടം വിളിച്ചെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണവന്മാർ ഓരോ കഥയും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കഥയൊന്നുമല്ല, എൻ്റെ വല്യച്ഛനൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്താണ്? ഇവിടെ ഒരു തീകോളം ഇങ്ങനെ പാഞ്ഞു പോകുന്ന എൻ്റെ വല്യച്ഛൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. വരുത്തു പോക്കാണ്. ഒന്ന് പോയടോ തീകോളം തേങ്ങ. എടോ, അത് ഈ മരിച്ച ആൾക്കാരെ ഫോസ്ഫറസ് അന്തരീക്ഷത്തിൽ പോയിട്ട് കത്തുന്നതാണ്. അത് കണ്ട് പേടിച്ച ആൾക്കാർ ഓരോ കഥ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. വരുത്ത് പോക്ക്. ചേട്ടാ, ഇവിടെ അടുത്തൊരു ഗാനമേള നടക്കുന്ന അമ്പലല്ലേ? അവിടേക്ക് എങ്ങനെ പോവാ? അതായത് അത് ഇവിടുന്ന് നേരെ പോയിട്ട് ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെറിയ വഴി കാണാം. ചെറിയ വഴി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ശബ്ദം കേൾക്കാം ഗാനമേള. ബൈക്കൊക്കെ പോകും. ഇച്ചിരി ഇടുങ്ങിയ വഴിയാണ്, കുഴപ്പമില്ല, സൂക്ഷിച്ചൊക്കെ പോയാൽ മതി. ബൈക്കൊക്കെ പോകും. നമ്മളോട് പറഞ്ഞു നിർത്തിയത്. പിന്നെ ഈ ഫോസ്ഫറസ് അങ്ങനെയാണെങ്കിൽ മണ്ണിൻ്റെ അടി കിടന്ന് കത്തിയാൽ പോലെ മേലെ വന്നിട്ട് കത്ത്. എടോ, അത് അന്തരീക്ഷത്തിൽ പോയിട്ട് സമ്പർക്കത്തിലൊക്കെ ആയിട്ടൊക്കെ വേണം കത്താൻ. പിന്നെ എന്നിട്ട് ഈ ഫോസ്ഫറസ് ഇങ്ങനെ ഒഴുകി നടക്കല്ലേ? അത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ കറങ്ങിയിട്ട് നടക്കുന്നത്. ചേട്ടാ, ഇവിടെ അടുത്തൊരു അമ്പലല്ലേ, ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടാവും. മനസ്സിലായി. അത് നേരെ പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇടവഴി പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ശബ്ദം പിടിച്ച് പോവാം. ബൈക്കൊക്കെ പോവും. കുഴപ്പമില്ല, കുറച്ച് സൂക്ഷിച്ച് പോയാൽ മതി. കുറച്ച് ഇടുങ്ങിയ വഴി, കുഴപ്പമില്ല. താങ്ക്സ് ചേട്ടാ.